എനിക്കായുള്ളോരുറവ വാഴ്ത്തപ്പെട്ടതാകണമേ. ദൈവപുത്രൻ വാഴ്ത്തപ്പെട്ടോ തന്നീകളാൽ സ്വസ്ഥനാ തൻ തൊഴുത്തു വീട്ടോടിപ്പോയി ഞാൻ അരിഷ്ടനായെങ്കിലും ആട്ടിൻകുട്ടി തൻ രക്തത്താൽ ഞാൻ ഹേമത്തിലും വെണ്മയായിടും വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ ഒരു വലിയ കോളേജിലുള്ള വിദ്യാർത്ഥികൾക്ക് പൈപ്പിൽ വെള്ളമില്ലാതായി. ഒരു പൈപ്പിൽ കൂടിയും വെള്ളം വരുന്നില്ല. എന്നാൽ വെള്ളം ശേഖരിക്കുന്ന ടാങ്കിൽ നിറച്ചു വെള്ളവും ഉണ്ടായിരുന്നു. പക്ഷെ പൈപ്പിൽ വെള്ളമില്ല. കാരണം എന്തെന്ന് പരിശോധിച്ചു. ഒടുവിൽ ടാങ്കിനുള്ളിൽ നിന്നും കോളേജിലേക്ക് വെള്ളം വരുന്ന ചെറിയ പൈപ്പിനുള്ളിൽ ജീവനുള്ള ഒരു തവള ഇരിക്കുന്നതും ആ തവള വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നതായും കണ്ടെത്തി. ആ വലിയ തവള എങ്ങനെ അവിടെ എത്തി? പൈപ്പിനുള്ളിൽ എങ്ങനെയോ കയറിയ ഒരു ചെറിയ തവള കുഞ്ഞ് അവിടെ ഇരുന്ന് പായലുകൾ തിന്ന് വളർന്ന് വലുതായി. ഒടുവിൽ വെള്ളം പോകുവാൻ സാധിക്കാത്ത വിധത്തിൽ പൈപ്പിൻ്റെ ഉൾവശം മൂടിക്കളഞ്ഞു. ഇതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ പാപം ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മിൽ സംഭവിക്കുന്നത്. ചെറിയ പാപമല്ലേ എന്ന് പറഞ്ഞ് അവയെ നിസ്സാരമാക്കുമ്പോൾ അത് വളർന്ന് വലുതാകുകയും ഒടുവിൽ ദൈവകൃപ നമ്മിൽ പ്രവർത്തിക്കാത്ത വിധത്തിൽ അടച്ചു കളയുകയും ചെയ്യും. യേശുവിൻ്റെ മുൻപിൽ വന്ന പാപിയായ ഒരു സ്ത്രീയെക്കുറിച്ചും അവൾക്ക് ലഭിച്ച പാപമോചനത്തെക്കുറിച്ചും പറയുന്ന തിരുവചന ഭാഗമാണ് ലൂക്കോസ് 7:36 മുതലുള്ള വാക്യങ്ങൾ. പട്ടണത്തിലേക്കും പാപിയായ സ്ത്രീ എന്ന അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പരീശൻ്റെ വീട്ടിൽ യേശു പട്ടണത്തിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ പരിമള തൈലവുമായി ഈ സ്ത്രീ യേശുവിൻ്റെ പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവളുടെ പാപ അവസ്ഥ യേശു അറിഞ്ഞു. യേശു അവളോട് നിൻ്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 7-ാം അധ്യായം 48-ാം വാക്യം. പാപിയായ സ്ത്രീ എന്ന് പരസ്യമായി ദുഷ്കീർത്തി സമ്പാദിച്ചവളായിരുന്നു അവൾ. തൻ്റെ പാപജീവിതം ദിവസം തോറും അവളെ സമാധാനമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ അവൾ യേശുവിനെ കാണുവാൻ വന്നത്. അവളുടെ പാപഭാരം അവളെ ഞെരുക്കിക്കൊണ്ടിരുന്നിരിക്കണം. പരീശൻ്റെ വീട്ടിൽ യേശു വരുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞു. തന്നെ പോലെയുള്ള അനേകർക്ക് പാപമോചനം നൽകിയ യേശുവാണ് ആ വീട്ടിൽ വരുന്നതെന്നും അവൾ മനസ്സിലാക്കി. ശിമോൻ്റെ വീട്ടിൽ ചെന്ന് കയറുവാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അവൾ പാപിയല്ലോ എന്ന് ശിമോൻ പറഞ്ഞത് അവളും കേട്ടതാണ്. പാപഭാരവും സമാധാനമില്ലാത്ത ജീവിതത്തിൻ്റെ ക്ലേശവും മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്നതും അവളെ നിശബ്ദയാക്കി. അതുകൊണ്ട് ഒരു വാക്കുപോലും യേശുവിനോട് പറയുവാൻ കഴിയാത്തവളായി കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പാദത്തിനരികിൽ അവളിരുന്നു. തന്നിൻ്റെ പാപത്തെക്കുറിച്ച് ബോധപ്പെട്ടതിൻ്റെ ഫലമായി അതിൻ്റെ ബാഹ്യപ്രകടനമായിരുന്നു അവളുടെ കണ്ണുനീർ കൊണ്ടവൾ യേശുവിൻ്റെ പാദം നനച്ചു. തൻ്റെ തലമുടി കൊണ്ട് യേശുവിൻ്റെ പാദം തുടച്ചു പാദം ചുംബിച്ചു. അവൾ ഏറ്റവും വിലയേറിയതായി കരുതിയിരുന്ന തൈലം കൊണ്ട് യേശുവിൻ്റെ പാദം പൂശി. അവൾ യേശുവിനോട് ഒന്നും ചോദിച്ചില്ല. ഒരു വാക്കുപോലും യേശുവിനോട് പറഞ്ഞില്ല. തൻ്റെ കഠിനമായ പാപത്തിൽ നിന്നുള്ള മോചനത്തിൽ അതിന് താൻ അർഹയല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം യേശുവിനോട് ഒന്നും ചോദിക്കാതിരുന്നത്. എന്നാൽ പാദത്തിൽ വീണ പാപിയെ തള്ളിക്കളയാത്തവനാണ് നമ്മളുടെ കർത്താവ്.
കർത്താവ് ചുങ്കക്കാരോടും പാപികളോടും കൂടെ പന്തിയിൽ ഇരുന്നതിനെ വിമർശിച്ച പരീശന്മാരോട് കർത്താവ് പറഞ്ഞു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത്. മത്തായി 9:12-13 വാക്യങ്ങൾ. യേശു ആ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോട് പോകാം. ലൂക്കോസ് 7:48-50 വരെ. അവൾ കൊണ്ടുവന്ന തൈലപാത്രം അവിടെ വെച്ചിട്ട് പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ആ പാത്രത്തിൽ തൈലം നിറച്ച് അതിനെ തുടർന്നും വിലയുള്ളതായി കാണുവാൻ അവൾ തയ്യാറായില്ല. തനിക്ക് ലഭിച്ച പാപമോചനം, അതിൽ കൂടി ലഭിച്ച സന്തോഷമാണ് ഏറ്റവും വിലയുള്ളത് എന്ന് അവൾ ചിന്തിച്ചു. അതിൻ്റെ പരിണിതഫലമല്ലേ ആ വെൺകൽ ഭരണി അവിടെ വെച്ചിട്ട് അവൾ പോയത്. ഈ സ്ത്രീയെപ്പോലെ നമ്മുടെ പാപഭാരവുമായി യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും, ഹിമം പോലെ വെളുപ്പിക്കാനും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആക്കുവാനും നമ്മുടെ കർത്താവിന് കഴിയും. അതിനുവേണ്ടിയാണ് അവൻ ക്രൂശിൽ രക്തം ചൊരിഞ്ഞത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണം പ്രാപിപ്പാൻ ഒരു ചെലവും ചെയ്യണ്ട. പാപിനിയായ സ്ത്രീയെപ്പോലെ യേശുവിൻ്റെ മുൻപിൽ കണ്ണുനീരൊഴുക്കണം. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സങ്കീർത്തനം 34:18. കർത്താവേ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. ആമേൻ. ക്രൂശെടുത്തു ക്ഷീണിച്ചമോ, താൻ സഹിച്ചു മാഖേദങ്ങൾ, പാടുകളല്ലാതൻ കഷ്ടത, പാപം നീക്കുമോരാമയിൽ ഞാൻ വന്നു കുളിച്ചിടട്ടെ. തൻ തിരുനിണ